അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളെ കുറുവട്ടൂർ നൗഷാദിന് ചില സംശയങ്ങളൊക്കെ ഓനിപ്പോ ഷിയാക്കളെ കൂടെ നടക്കണം, നമുക്കറിയല്ലോ. ആളിപ്പോ ഷിയാ നൗഷാദാ. ഒന്നലെ പറഞ്ഞ് ഇന്ന് മാറ്റി പറയും, ഇന്ന് പറഞ്ഞ് നാളെ മാറ്റി പറയും, നാളെ പറഞ്ഞത് മറ്റന്നാൾ മാറ്റി പറയും. അത് ഓൻ തന്നെ ചോദിക്കാണ്, എന്ത് ആരാണ് ഇവിടെ നിലപാട് മാറിയെന്നാണ് ചോദിക്കുന്നത്. ഓന് ഭയങ്കര ഒച്ചല ചോദിക്കണം. എന്നിട്ട് ചോദിച്ചാ ആരാ നിലപാട് മാറിയത് എന്നുള്ളത് എല്ലാവർക്കും അറിയണം. നൗഷാദെ, മനസ്സിലായോ? അതിന് ശേഷമാണ് ഒന്നുകൂടി ചോദിക്കുന്നുണ്ട്. അതൊന്നും ചോദിച്ചാ ഓന്തിന്റെ അടുത്തൊക്കെ അങ്ങനെ പെട്ടെന്ന് ചാടല്ലേ. ഒന്നുകൂടി പറഞ്ഞ ആർക്കാ ആദർശം മാറിയത്? നൗഷാദിനെ തോന്നുന്നുണ്ട് സംഗതി ഓനൊരു ഓന്തിന്റെ മാതിരിയാണ്. അങ്ങനെയാണല്ലോ, കുമ്പളം കട്ടോണ്ട് പിന്നെ തോളല്ലേ പൊടി ഉണ്ടാവുള്ളൂ. ഇവനെന്നെ തോന്നുന്നുണ്ട് ആളുകൾ ഓന്താണെന്നുള്ളത്. അത് പറഞ്ഞ കറക്റ്റാണ്. കാരണം എന്റെ വാദം എന്ന് പറഞ്ഞാൽ രാവിലെ പറഞ്ഞത് വൈകുന്നേരം മാറുക, വൈകുന്നേരം പറഞ്ഞത് രാവിലെ മാറുക, അങ്ങനെ മാറിക്കൊണ്ടിരിക്കല്ലേ എല്ലാ ദിവസവും. എൻ്റെ ഒരു ദിവസമല്ല, മണിക്കൂർ. ഒരു സ്റ്റേജിൽ നിന്ന് തന്നെ എത്ര വൈരുദ്ധ്യങ്ങളെ പറയുന്നത്. ഓന്ത് നല്ല കുറിച്ച് പറഞ്ഞാൽ ഓന്തിന് തന്നെ മോശമായി പോകും. എങ്ങനെ എന്തോ പറഞ്ഞില്ല, എന്താ ഇനി അതുപോലത്തെയാണ്. മനസ്സിലായോ? അപ്പൊ ശ്രദ്ധിച്ചോണ്ടി, ഓന്തിന്റെ അടുത്ത് തല്ലിട്ടുന്നത് എല്ലാ ദിവസവും മാറില്ലേ? എന്ത് ആദർശമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എന്ത് ആദർശാന്റെ കയ്യിലുള്ളത്? ഒരാദർശമില്ല. ഇജ്ജ് പറയണ മൊത്തം മാറ്റി പറയാണ്. എനിക്ക് ഓരോ ആദർശം എന്റെ അടുത്തില്ല. നൗഷാദിന് ആദർശം ഇല്ല എന്നുള്ളതിന് അവന്റെ ക്ലിപ്പ് തന്നെ നമുക്ക് കേൾക്കാം. തിരക്കൂട്ടല്ലേ ആക്കുമ്പോൾ അതിലെ സമയം തര പറയല്ലേ. എനിക്ക് സമയം തരുമ്പോ പറഞ്ഞാൽ മതി. പറയേ, എന്താണ് ഈ പറയാൻ ഉദ്ദേശിക്കണമെന്ന് പറഞ്ഞെടുത്ത ആദ്യം. ശരീഅത്ത് പൂർത്തിയായ ആളുകൾ അള്ളാഹുവിലേക്ക് അടുക്കാൻ മഹാന്മാര് നടന്ന വഴി, അതാണ് ത്വരീഖത്ത് ട്ടോ. ശരീഅത്ത് പൂർത്തിയായിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ മഹാന്മാര് നടന്ന വഴി, അതാണ് ത്വരീഖത്ത്. ഒന്നിന് പറഞ്ഞെടുത്ത ഒന്നിന് പറയും. അപ്പൊ ആ ത്വരീഖത്തിന്റെ പേരിൽ വ്യാജം വരുമ്പോൾ അതെന്താണെന്ന് പറഞ്ഞ് കള്ളത്തൊരിയക്കത്താണെന്നാ പറഞ്ഞു. ഇതൊന്നും നമ്മളെ കൂടെ നിൽക്കുമ്പോൾ പറഞ്ഞാൽ കേട്ടോ. ഇതൊക്കെ കോമാട്ടുചാൽ അബ്ദുള്ള എന്ന് പറയുന്ന പിശാജിന്റെ സേവകൻ, അയാളെ കൈ പിടിച്ചതിന് ശേഷമുള്ള പ്രസംഗമാണിത്. എന്നാ അതേ നൗഷാദ് തന്നെ അതേ സ്റ്റേജിൽ നിന്ന്, അതേ സ്റ്റേജ് എന്ന് പറഞ്ഞാല് അതേ വിഷയങ്ങൾ പറയുന്ന സ്റ്റേജിൽ നിന്ന് മാറ്റി പറയുന്നങ്ങളൊന്ന് കേട്ടോക്കി. കള്ളത്തൊരീക്കത്ത് എന്നൊരു സംഭവം തന്നെ ഇല്ല. ഒന്നിന് പറഞ്ഞെടുത്ത അങ്ങനെ ഒരു സംഭവം തന്നെ ഇല്ലല്ലോ. അപ്പൊ നേരത്തെ എന്താ പറഞ്ഞത്? നേരത്തെ എന്തോന്ന് പറഞ്ഞില്ല. എന്തേനി വ്യാജം വരുമ്പോൾ എന്താണ് അത് കള്ളത്തൊരീക്കത്താണ് നൗഷാദ് പറയാം. എന്നിട്ട് അപ്പുറത്തെ സ്റ്റേജിൽ കയറിയിട്ട് എന്താ പറഞ്ഞേ? സംഭവം തന്നെയല്ല, അള്ളാഹുവിന്റെ വഴിയിൽ ചെന്നെത്തുന്നതല്ലേ. അപ്പം ഇവന്റെ കൂടെ കൂടിയെങ്കിലൊക്കെ അള്ളാഹുവിൽ ചെന്നെത്തുന്നാ പറഞ്ഞത്. ഇവന്റെ തൊരീക്കത്ത് കള്ളത്തൊരീക്കത്ത് കൊണ്ട് താൻ തന്നെ പറഞ്ഞു. ഇവൻ പറയണത് അള്ളാഹുവിൽ എത്തിച്ചേരുന്നതാണ്. ഇവനിപ്പോ എന്താ നമ്മൾ ചെയ്യാ? അത് ഈ മാറ്റി പറയാന്നുള്ളതും പറഞ്ഞത് മറന്നു പോവാന്നുള്ളതും നൗഷാദിന്റെ മാത്രം പ്രത്യേകതല്ല. നമ്മളെ കൊമാട്ടുചാൽ അബ്ദുന്റെ ഒരു അളിയുണ്ട്, അബ്ദുൽ സമദ് എന്നാ പേര്. ചങ്ങായിന്റെ ഒന്ന് കേട്ടു നമ്മള് തിരക്കൂട്ടല്ലേ. കറാമത്തിനെ കൊച്ചാക്കണത് ആരാ? കുറുവട്ടൂരാള്. കറാമത്തിനെ പരിഹസിക്കുക, കറാമത്തിനെ കുഞ്ഞാപ്പാക്കി നടക്കുകയാണ്. അങ്ങാടിയിൽ മൊത്തം വെറുതെ തുപ്പലും തെറിപ്പിച്ച് വെറുതെ സമയം കളയാണ്. എങ്ങനെ നിങ്ങൾക്ക് കറാമത്ത് ഉണ്ടാവും? നിങ്ങൾ ഔലിയാക്കളെ പരിഹസിച്ച് നടക്കല്ലേ, പിന്നെ നിങ്ങൾക്ക് കറാമത്ത് ഉണ്ടാവുമോ? ഇസ്തിഖാമത്തിനാണ് ഇപ്പൊ ഈ പരിഹസിക്കുന്നത്. കറാമത്തൊന്നും ഇല്ലാത്ത ആളുകള് ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്താണ് എന്ന് പറഞ്ഞു വരുന്നു. അപ്പൊ ഇസ്തിഖാമത്തിനെ പരിഹസിക്കാണ് ഇവൻ ചെയ്യണത്. ഒന്നിന് പറഞ്ഞെടുത്ത എങ്ങനെ 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 ഞാൻ കൊണ്ട് നമുക്ക് തിരുത്തിച്ചരാം. നൗഷാദ് മോളൊരു ചോദ്യം ചോദിച്ചിന്. എന്താ ചോദിച്ചിന്? ആരാ നിലപാട് മാറിയെന്നാണ് ചോദിച്ചത്. നിലപാട് മാറിയ ആൾക്കാരൊക്കെ ഞാൻ കേൾപ്പിച്ചരാ. അപ്പൊ എന്താ ചോദിച്ചിരുന്നത്? ഏറ്റവും വലിയ പിന്നെ കറാമത്ത് ഇസ്തിഖാമത്താണെന്ന് പറഞ്ഞ് ചില ആൾക്കാർ ഇങ്ങോട്ട് വരും. ഞാൻ പിന്നെ സമാധാനം പറയട്ടെ, പറയും. എന്താണ് സമത് പറഞ്ഞിട്ടില്ലേ? നേരത്തെ എന്താ പറഞ്ഞ? ഇസ്തിഖാമത്താണെന്ന് പറഞ്ഞ പോലെ പരിഹസിച്ച് അതേ സമത് ഇപ്പൊ പറയാണെന്ത്? അത് ഇസ്തിഖാമത്താണ്. ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്താണ്. നല്ല ചേലായി. അല്ലെങ്കിൽ പെട്ടെന്നുണ്ടായ തീപിടുത്തം, അതിന് വാക്ക്
അതായത് ഓൻ ഓരോ കറാമത്തുകൾ ഇങ്ങനെ വിശദീകരിക്കുകയാണ്. ഇനി അതിനെക്കാട്ടിലും ഏറ്റവും വലിയ കറാമത്താണ് ഇസ്തിഖാമത്ത് എന്നാ ഇപ്പൊ പറയുന്നത്. നേരത്തെ എന്താ പറഞ്ഞത്? ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്താണ് എന്ന് പറഞ്ഞാൽ അതിനെ പരിഹസിച്ച അതേ സമത് ഇപ്പൊ മാറ്റി പറയാം. ഇതൊക്കെ കറാമത്തുകളാണെങ്കിലും ഒരു മനുഷ്യന് ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്താണ്. എന്താണ് ഏറ്റവും വലിയ കറാമത്ത്? ഇസ്തിഖാമത്താണ്. ഒന്നിന് പറഞ്ഞെടുക്കും. മനുഷ്യന് ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്താണ്. ഒന്നിന് പറഞ്ഞെടുക്കും. ഒരു മനുഷ്യന് ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്താണ്. ഈ നേരത്തെ എന്താ പറഞ്ഞത്? കറാമത്ത് എന്ന് പറഞ്ഞാൽ അത് ഇസ്തിഖാമത്താണ്. അങ്ങനെ സാധനം തന്നെ ഇല്ല. ഇസ്തിഖാമത്തിനെ പരിഹസിച്ച അതേ ചങ്ങായി പറയാൻ ഏറ്റവും വലിയ കറാമത്ത് ഇസ്തിഖാമത്താണ്. അപ്പൊ നൗഷാദ് എന്താ പറയുന്നത്? ആദർശം മാറിയത് ആർക്കവിടെ ആദർശം മാറിയത് എന്ന് പറഞ്ഞെടുത്താണ് കേൾക്കുന്നവർ പറഞ്ഞെടുക്കി. ആർക്കാണ് ഇവിടെ ഓന്തിനെ പോലെ ആകേണ്ടി വന്നത്? ആർക്കവിടെ ആകേണ്ടി വന്നത്? നേരത്തെ നൗഷാദ് മാറ്റി പറഞ്ഞ് ഇപ്പൊ സമത് മാറ്റി പറഞ്ഞു. ഓന്തിനെ പോലെ പറഞ്ഞാൽ ഓന്തിന്റെ അടുത്ത് തന്നിട്ടു ആ കോലത്തിലാണ്. ശ്രദ്ധിച്ച് നിങ്ങളുണ്ടാവും, ശ്രദ്ധിച്ചോളെ. കുഞ്ഞാമ്മേന്റെ വേറെ ഉണ്ട്, ഇപ്പൊ വരും. എല്ലാ ദിവസവും ഇത് മാറില്ലേ? എല്ലാ ദിവസവും ഉണ്ടാവും. എല്ലാ സ്റ്റേജും വന്നും മാറണം. ഒരേ സ്റ്റേജും വന്ന് തന്നെ മാറണത് ദിവസം നട്ടല്ലേ. എന്ത് ആദർശമാണ് നിങ്ങളുടെ കയ്യിലുള്ളത്? എന്ത് ആദർശങ്ങളുടെ കയ്യിലുള്ള ഒരു ആദർശവും ഇല്ല. കാരണം പറഞ്ഞൊക്കെ മാറ്റി പറയുന്നവരടുത്ത് പിന്നെ ആദർശം ഉണ്ടാവുമോ? ഇതൊക്കെ കഴിഞ്ഞാൽ അവസാനം ഒരു കവിത പ്രാർത്ഥന ഉണ്ട്. അതോടുകൂടി ഈ പരിപാടി തൽക്കാലം നിർത്താൻ അടുത്ത പരിപാടി ഉടൻ ആരംഭിക്കും. അവരുടെ കഴുതകളായി ജീവിക്കാൻ അതായത് കോമാട്ടുചാലിൽ അബ്ദുള്ളന്റെ കഴുതയായി ജീവിക്കാൻ നൗഷാദിന് ഭാഗ്യം കിട്ടണേന്നാ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞപ്പോ സ്റ്റേജിലുള്ള ആൾക്കാരൊക്കെ ആമീൻ പറഞ്ഞു. ആലോചിച്ച് കണീറ്റുള്ള അവസ്ഥ. ചില ആളുകളൊക്കെ കുരുട്ടുകളെ കുറിച്ച് ആ കവിതകൾ എന്ന് പറയാറുണ്ട്. അതിനൊക്കെ സന്നദ്ധുണ്ട്. ഇവരെന്നെ പ്രത്യേകിച്ച് ആത്മാർത്ഥമായിട്ട് സ്റ്റേജിൽ നിന്ന് മൈക്ക് കെട്ടിട്ട് പബ്ലിക്കിൽ ദുആ ചെയ്യാന്ന് പറഞ്ഞോണ്ട് എന്ത് കോമാട്ടുചാൽ അബ്ദുള്ളന്റെ കവിതയാക്കി ഞങ്ങളെ മാറ്റണേ. പിന്നെ ഇപ്പൊ ഒരാൾ ഗുരുവട്ടൂരിനെ കവിത എന്ന് വിളിച്ച് വിചാരിച്ചാൽ അത് തെറിയൊന്നുമല്ല. മനസ്സിലായില്ലേ? ആരാണ് ഈ ഷെയ്ഖുനാന്ന് മനസ്സിലായില്ലേ? ഇതാണ് കോമാട്ടുചാൽ അബ്ദുള്ള. എങ്ങനെയാണ് പാവപ്പെട്ട കവിതകളിൽ മനസ്സിലായില്ലേ? കോമാട്ടുചാൽ അബ്ദുള്ളന്റെ പാവപ്പെട്ട കവിതയിൽ നൗഷാദിന്റെ കൂടെയുള്ള ആളുകളും ഉൾപ്പെടുത്തണം എന്നപ്പം പറയുന്നത് കേട്ടോ. ഈ കോലത്തിൽ ദുആ ചെയ്തിന്റെ പിന്നെ എങ്ങനെ വില കയ്യിൽ ആദർശം ഉണ്ടാകുക? ഏതായാലും അല്ലാഹു തആല നമ്മളെ ഉസ്താദുമാർ, നമ്മളെ ആലിമീങ്ങള്, നമ്മുടെ കൂടെയുള്ള സുന്നത്തുൽ ജമാഅത്തിന്റെ പ്രവർത്തകന്മാരെല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇങ്ങനത്തെ എല്ലാ കവിതകളും തൊട്ടും